അമേരിക്കയിൽ ഡെമോക്രാറ്റുകൾ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുകയാണ്. ഈ ലെഫ്റ്റ് ലിബറൽസും അതിനൊപ്പം ചേരുന്നുണ്ട്. അവർ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് ലുനാറ്റിക് എന്നാണ്, വട്ടൻ എന്നാണ് അദ്ദേഹത്തെ അവിടെ ഈ പ്രതിഷേധത്തിനിടയ്ക്ക് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്. അങ്ങനെയാണ് പലരും. ഈ പ്രക്ഷോഭം അല്ലെങ്കിൽ ഈ പ്രതിഷേധം എത്ര കണ്ട് വിജയിക്കും? ട്രംപ് ഇതിനെ എങ്ങനെയാണ് നേരിടുക? ഈ പ്രതിഷേധത്തിന് ജൈവികമായ ഒരു സ്വഭാവമാണ് ഉള്ളതെങ്കിൽ സ്വാഭാവിക പ്രതികരണം ഗവൺമെൻറ് ഡൗൺ സൈസിങ്, ഡോഡ്ജ് കാരണം ഡൗൺ സൈസ് ചെയ്യപ്പെട്ട ഗവൺമെൻറ് ജീവനക്കാർ, അത് ഇലോൺ മസ്കിൻ്റെ കൂടെ പദ്ധതിയാണ്. അതുപോലെ വംശീയമായി ഒരുപക്ഷെ ഒരു വൈറ്റ് മെൻസ് ഡൊമിനൻസ് എന്ന ഒരു സംഭവം അവിടെ സംഭവിക്കുന്നു, അദൃശ്യമായി സംഭവിക്കുന്നു. 3, ഈ ഇതര ഭിന്ന ലിംഗങ്ങൾക്ക് ഒരിക്കൽ പോലും അവർ പ്രതീക്ഷിച്ചില്ല ഇതുപോലെ ഒരു അടിച്ചമർത്തൽ അല്ലെങ്കിൽ ഇതുപോലെ ഒരു മാർജിനലൈസേഷൻ, ഒരു പരിഗണനയുമില്ലാതെ വരുന്നു. ആ സിസ്റ്റത്തിൽ നിന്ന് തന്നെ അവർ പുറത്താവുകയാണ്. അതോടൊപ്പം തന്നെ തീവ്ര റാഡിക്കൽ റൈറ്റ് വിങ് ഷിഫ്റ്റാണ് ട്രംപിൻ്റെ ഭരണകൂടത്തിൻ്റെ മുഖമുദ്ര. അപ്പോൾ സ്വാഭാവികമായി ഇടത് ബുദ്ധി കേന്ദ്രങ്ങൾ ട്രംപിനെതിരെ സംഘടിക്കുക സ്വാഭാവികം. മനുഷ്യൻ്റെ പൊതുവെയുള്ള അസംതൃപ്തി മുതലെടുത്തുകൊണ്ട് അവർ പറയുന്നത് ലോകത്തിന് മുന്നിൽ അമേരിക്ക നിറം കെടാൻ പോവുകയാണ്, നാണം കെടാൻ പോവുകയാണ്. അമേരിക്കയുടെ സുഹൃത്ത് രാജ്യങ്ങൾ കാനഡ, യൂറോപ്യൻ യൂണിയൻ, ജപ്പാൻ, ഓസ്ട്രേലിയ എല്ലാവരെയും വെറുപ്പിച്ചുകൊണ്ട് ട്രംപിൻ്റെ വ്യാപാര യുദ്ധം മുന്നോട്ട് പോകുമ്പോൾ ഏറെക്കാലം അമേരിക്കയ്ക്ക് ഒരു ഗുഡ് വിൽ അനുഭവിക്കാനൊക്കില്ല. ഇപ്പം തന്നെ നഷ്ടപ്പെട്ട ഗുഡ് വില്ല് ഇനി ആര് പ്രസിഡൻ്റായി വന്നാലും, ഒരു ഡെമോക്രാറ്റിക് പ്രസിഡന്റ് വന്നാലും പെട്ടെന്ന് തിരിച്ചു പിടിക്കുക, മാർക്കറ്റിൻ്റെ വഴി മാറിപ്പോകും. അതുമാത്രമല്ല, ഇതിൻ്റെ ട്രംപിൻ്റെ നികുതി യുദ്ധങ്ങളുടെ പകരം തീരുവ യുദ്ധത്തിൻ്റെ ഒരു കാഠിന്യം മനസ്സിലാകണമെങ്കിൽ ഒരു 3-4 മാസം കഴിയണം. ഇമ്മീഡിയറ്റ്ലി വേണമെങ്കിൽ പറയാം, ട്രംപിന് ലഭിക്കുന്ന ഇറക്കുമതി ചുങ്കം വലിയ തോതിൽ അതാരാണ് വിദേശ രാജ്യങ്ങളിലെ ഇറക്കുമതി ചുങ്കം കൊടുക്കേണ്ടത്? ആഭ്യന്തരമായി ഇറക്കുമതി ചെയ്യുന്ന ഇറക്കുമതിക്കാർ, അമേരിക്കക്കാരായ ഇറക്കുമതിക്കാരാണ് ആ ചുങ്കം ഗവൺമെൻറ് കൊടുക്കേണ്ടതും. അപ്പോൾ അത്ര 20% ചുങ്കമാണെങ്കിൽ 20% വിലക്കയറ്റമാണ് ഉണ്ടാവുക. 20% ആ പ്രോഡക്റ്റിന് 20% കൂടുതൽ വിലയ്ക്ക് കൺസ്യൂമർ വാങ്ങേണ്ടി വരും. ആരും ഇറക്കുമതിക്കാർ അത് സഹിക്കില്ല. ഇറക്കുമതിക്കാർ ദേ വിൽ പാസ് ഇറ്റ് ഓൺ ടു ദി കൺസ്യൂമർ. അമേരിക്കയിലെ എൻഡ് യൂസർ എന്ന് പറയുന്നത് സാധാരണക്കാരായ അമേരിക്കൻ ഉപഭോക്താക്കളാണ്. അവരുടെ മേൽ വന്നു വീഴുന്ന നികുതി ഭാരം 30 തൊട്ട് കർപ്പൂരം വരെ വില കയറാൻ പോവുകയാണ്. അത് ഗവൺമെൻറ് ജീവനക്കാർക്ക് ഒരുപക്ഷെ സ്വല്പം ശമ്പളം കൂടുതൽ കൊടുത്തേക്കാം, നികുതി ബാധ്യത കുറച്ചേക്കാം, ഇൻകം ടാക്സ് കുറയ്ക്കാനുള്ള വലിയ പദ്ധതികളുണ്ട് ട്രംപിന്, അതെല്ലാം സാധിച്ചേക്കാം. പക്ഷേ അതിനെ മറികടക്കുന്ന രീതിയിൽ അമേരിക്കൻ ഇൻഫ്ലേഷൻ പോവുകയും നിർമ്മാണ ഉൽപ്പന്ന പ്രക്രിയ തന്നെ തകരും. വലിയ വലിയ ലേബർ ഇസ് വെരി എക്സ്പെൻസീവ് ഇൻ അമേരിക്ക. ഓർക്കുക, പിന്നെ ചൈനയിലെ പോലെ ഇന്ത്യയിലെ പോലെ ചീപ്പ് ലേബർ അവിടെ ഇല്ല. അതുകൊണ്ട് ഇന്ത്യയിൽ നിന്നുള്ള വസ്തുക്കൾ, ചൈനയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി കുറഞ്ഞു കഴിഞ്ഞാൽ, ഭീമമായ തീരുവ കാരണം ഇറക്കുമതി കുറഞ്ഞാൽ തത്തുല്യമായ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ ഉത്പാദിപ്പിക്കപ്പെടണം. അത് ഉത്പാദിപ്പിക്കപ്പെടണമെങ്കിൽ അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാകണം. അത് പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ട് ഉണ്ടായിരിക്കില്ല. അത് മാത്രമല്ല, ആ തോതിൽ ആ നിരക്കിൽ അത് ഉൽപ്പാദിപ്പിക്കാനും ചൈനയിൽ ഉൽപ്പാദിപ്പിക്കുന്ന നിരക്കിൽ അമേരിക്കയിൽ ഉൽപ്പാദിപ്പിക്കാനാവില്ല എന്ന് അറിയണമെങ്കിൽ പഴുപ്പടി വരെ പോകേണ്ട ആവശ്യമില്ല. കുറച്ച് ദിവസങ്ങൾക്ക്. അതുകൊണ്ട് വിവരമുള്ള അമേരിക്കൻ സിറ്റിസൺസ് ഈ പോക്ക്, ബെല്ലും ബ്രേക്കും ഇല്ലാത്ത ഈ പോക്കിനെതിരെ തെരുവിലിറങ്ങിയിരിക്കുന്നു. അതൊരു വാർത്തയാണ്. കഴിഞ്ഞ ആഴ്ചകളൊന്നും അങ്ങനെ തെരുവിലിറങ്ങിയിട്ടില്ല. ഇപ്പോഴാണ് പെട്ടെന്ന് തെരുവിലിറങ്ങിയിരിക്കുന്നു. അതിൻ്റെ പിന്നിൽ റാഡിക്കൽ ലെഫ്റ്റ് എലമെൻറ്റുകൾ കടന്നു കയറി, നുഴഞ്ഞു കയറി അതിനെ ഒരു വലിയൊരു ജനകീയ പ്രക്ഷോഭമായിട്ട് മാറ്റിയെടുക്കുന്നു, ട്രംപ് വിരുദ്ധ പ്രക്ഷോഭമായി മാറ്റിയെടുക്കുന്നു എന്നാണ് ഇപ്പോഴത്തെ ആരോപണം. സാർ, ഇതൊക്കെ പറയുമ്പോഴും ഈ ലെഫ്റ്റ് ലിബറൽസിൻ്റെ ഈ പ്രക്ഷോഭത്തെ അല്ലെങ്കിൽ അവരാസൂത്രണം ചെയ്തിരിക്കുന്ന ഈ പ്രതിഷേധ പരിപാടികളെ ട്രംപ് എങ്ങനെയായിരിക്കും നേരിടുക? തീവ്ര ദേശീയത കൊണ്ട് അതിനെ നേരിടാൻ സാധിക്കുമോ? അതോ മറ്റെന്തെങ്കിലും ഈ പറഞ്ഞതുപോലെ ഇളവുകൾ കൊടുക്കുക, ഈ അമേരിക്കൻ പൗരന്മാരുടെ ഈ പർച്ചേസിങ് കപ്പാസിറ്റി കൂട്ടാതെ രക്ഷയില്ല. ആ പറഞ്ഞതുപോലെ ഈ ഇറക്കുമതി തീരുവ കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും വിലക്കയറ്റം വരും. അപ്പോൾ ഇതിനെ എങ്ങനെയായിരിക്കും അദ്ദേഹം നേരിടാൻ പോവുക? ട്രംപ് സർട്ടൻലി ഹാസ് എ പ്ലാൻ എ. അത് തീവ്രമായ തീരുവകൾ ചുമത്തുക, ലോകത്തെ അമ്പരപ്പിക്കുക. അതിനുശേഷം ഒരു പ്ലാൻ ബി ഉണ്ട്. അംഗീകരിക്കാത്ത രാജ്യങ്ങളെ
പതിയെ നെഗോഷിയേറ്റിംഗ് ടേബിളിലേക്ക് കൊണ്ടുവരിക. ട്രംപിൻ്റെ ഫിലോസഫിയാണ് എ ഗുഡ് ലീഡർ ഷുഡ് ബി എ ഗുഡ് ഡീലർ ഓൾസോ. അല്ലെങ്കിൽ ഓൺലി എ ഡീലർ ക്യാൻ ബി എ ലീഡർ. ഞാനാണ് നിലവിൽ ലോകത്തെ ഏറ്റവും നല്ല ഡീലർ, അതുകൊണ്ട് ഞാനാകും ലോകത്തെ ഏറ്റവും നല്ല ലീഡർ. ഈ ചിന്തയിൽ നിൽക്കുകയാണ്. ഇതാണ് രണ്ടാമത്തെ പ്ലാൻ എന്ന് പറയുന്നത്. ഇങ്ങനെ ആകെ അമ്പരപ്പിൽ നിൽക്കുന്ന ലോകരാജ്യങ്ങളെ ഒന്നൊന്നായി എടുത്തുകൊണ്ട് ഉഭയകക്ഷി വ്യാപാര കരാറിലൂടെ ട്രംപ് ആഗ്രഹിക്കുന്ന രീതിയിൽ കൊണ്ടുവരിക, ഒരു സമ്മർദ്ദം ചെലുത്തുക. പക്ഷേ 3 പ്ലാൻ ബി, പ്ലാൻ സി ആൻഡ് പ്ലാൻ ഡി ഇപ്പോഴും അജ്ഞാതമാണ്. ഒന്നുകിൽ ഇല്ല, ഉണ്ടെങ്കിൽ തന്നെ അതേക്കുറിച്ച് വ്യക്തതയില്ല. പ്ലാൻ സി എന്ന് പറയുമ്പോൾ ഇതിനുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ നേരിടാൻ ഇന്ന സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റുകൾ എന്നത് ഭരണപരിഷ്കാര കമ്മീഷൻ കൊണ്ട്, ഡോഡ്ജ് കൊണ്ട് സാധിക്കുന്നതല്ല, ഡൗൺ സൈസ് ചെയ്തുകൊണ്ട് മാത്രം സാധിക്കുന്നതല്ല. അമേരിക്കയുടെ ആഭ്യന്തര ചെലവുകൾ കുറച്ചു കൊണ്ടുവരണം എന്നത് നല്ല നിർദ്ദേശം തന്നെയാണ്. പക്ഷേ അത് വർക്കൗട്ട് ചെയ്യുന്നത് എങ്ങനെ എന്നതിനെക്കുറിച്ച് മുൻകാലങ്ങളിൽ ഇതിനൊരു പ്രീസിഡൻസ് ഇല്ലാത്തത് കൊണ്ട് ഇതെങ്ങനെ വർക്കൗട്ട് ചെയ്യുമെന്ന് ട്രംപിന് തന്നെ അറിയില്ല. അതുകൊണ്ട് ഒരു അൺചാർട്ടേഡ് ടെറിറ്ററിയിലേക്കാണ്, ഹൈ സീസിലേക്കാണ്, ഈ പരിചിതമല്ലാത്ത കാര്യങ്ങളുടെ പോക്ക് എങ്ങനെയാണ്. അതുകൊണ്ടാണ് ഒരു പ്ലാൻ സി കൂടി ഇല്ല എങ്കിൽ ട്രംപിന് മുന്നോട്ട് പോകാൻ പെട്ടുപോകും. ആ 4 വർഷം അധികാരത്തിലുണ്ടാകും. പക്ഷേ ഈ അസംതൃപ്തി, ഈ 3 മാസത്തിനുള്ളിൽ തന്നെ അസംതൃപ്തി നുരയുന്നു, പുകയുന്നു. ആഭ്യന്തരമായി അമേരിക്കയ്ക്ക് വേറൊരു ശക്തിയെയും പേടിക്കേണ്ട ആവശ്യമില്ല. അമേരിക്ക ആരെയെങ്കിലും പേടിക്കുന്നുവെങ്കിൽ സ്വന്തം ജനതയെ തന്നെയാണ് പേടിക്കുന്നത്. വിയറ്റ്നാം യുദ്ധത്തിൽ നമ്മൾ കണ്ടതാണ്. വിയറ്റ്നാം യുദ്ധത്തിൽ അമേരിക്കൻ സൈനികർ 100 കണക്കിന് മരിച്ചു വീണപ്പോൾ അമേരിക്കയുടെ പൊതുജന അഭിപ്രായം തിരിഞ്ഞു. അപ്പോൾ ഇപ്പോൾ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് സെനറ്റിലും ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവിലും ഭൂരിപക്ഷമുണ്ട്. പോപ്പുലർ വോട്ട് അവർക്ക് അനുകൂലമാണ്. പ്രസിഡന്റ് ട്രംപ് നല്ല മാർജിനിൽ ജയിച്ചു വന്നു. ഇപ്പോൾ ഒരു ഫീൽ ഗുഡ് ഫാക്ടറായി തോന്നാം. പക്ഷേ ജനകീയ പ്രതിഷേധം, അഭിപ്രായ രൂപീകരണം, ഇനി കുറെ സർവേകൾ വരും. ഒപ്പീനിയൻ പോൾസ്, മൂഡ് ഓഫ് അമേരിക്ക, അത് എഗൻസ്റ്റായി വരുമ്പോൾ അവിടാണ് ജനാധിപത്യത്തിന്റെ ബലമെന്ന് പറയുന്നത്. അതെ, ഈ പ്ലാൻ ബിയുടെയും സിയുടെയും ഒക്കെ ആവശ്യം വരുന്നത് വേണ്ടിവരും. പ്ലാൻ അതുപോലെ മറ്റൊരു കാര്യം, ഈ ട്രംപ് ഇപ്പം അങ്ങ് പറഞ്ഞു ഡീലിൻ്റെ കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ ട്രംപ് പറഞ്ഞു ഇന്ത്യയുമായിട്ട് അദ്ദേഹത്തിന് നല്ല ചില ഡീലുകളുണ്ട്. ഒപ്പം തന്നെ അദ്ദേഹം പറഞ്ഞു ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ടഫ് നെഗോഷിയേറ്ററാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും നെഗോഷിയേറ്റ് ചെയ്യാൻ കഷ്ടപ്പെട്ട വേറൊരു വ്യക്തിയില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ആ പറയാതെ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ ഇന്ത്യയുമായുള്ള സഹകരണം, ഈ പ്രത്യേകിച്ചും അങ്ങ് പറഞ്ഞു ഈ 50ഓളം രാജ്യങ്ങളുമായിട്ടുള്ള ഈ ഇറക്കുമതി തീരുവ പ്രശ്നം നിലനിൽക്കുമ്പോൾ തന്നെ അദ്ദേഹം ഇന്ത്യയോട് ഒരു മൃദു സമീപനം, അത്യാവശ്യമൊക്കെ ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്ത്, എന്നാൽ ചില സ്ഥലത്ത് ചില സമ്മർദ്ദങ്ങളൊക്കെ ഉയർത്തി ഒന്ന് കണ്ണുരുട്ടി ഒക്കെ അദ്ദേഹം മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇന്ത്യയുമായുള്ള സൗഹൃദം അദ്ദേഹത്തെ ഏതെങ്കിലും വിധത്തിൽ സഹായിക്കുമോ? പ്രത്യേകിച്ചും ഈ പല അമേരിക്കയ്ക്ക് അത്യാവശ്യമുള്ള പല കാര്യങ്ങളും ഇന്ത്യ അങ്ങോട്ടേക്ക് കയറ്റുമതി ചെയ്യുന്ന പശ്ചാത്തലത്തിൽ ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ഒരു സിനാരിയോ ആണ്. ട്രംപ് എന്ന വ്യക്തിക്ക് ഒരു രാജ്യവുമായും ഒരു വ്യക്തിയുമായും പ്രത്യേക ഒരു ബന്ധമുണ്ട് എന്ന് കരുതാനാവില്ല. ഈ പുറമെ പറയുന്നതൊക്കെ ഒരു നമ്പറാണ്, പുറമോടിയാണ്. അച്ചായൻ്റെ ഒരു നമ്പർ അല്ലേ എന്ന നിലയിൽ മാത്രമേ കണ്ടാൽ മതി. ട്രംപ് മോദിയെ ഒന്നും പുകഴ്ത്തി ഈസ് എ വെരി ഗുഡ് പേഴ്സൺ, ഈസ് എ ഗുഡ് ഫ്രണ്ട് ഓഫ് മൈൻഡ്, ഈസ് എ ടഫ് നെഗോഷിയേറ്റർ, ബട്ട് പ്രെറ്റി ടഫ്. ഇന്ത്യ ഇസ് ടഫ് ആസ് എ ബാർഗെയിനർ. ഇത് പറയുമ്പോൾ ഇന്ത്യക്ക് ഒരു തല്ലും തലോടലും ഒരുമിച്ച് കൊടുക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ പകുതി ടാരിഫാണ്. ഒരു സ്ട്രെയിഞ്ച് ഇതെന്താണ്? ട്രംപ് ഇക്കണോമിക്സ് പഠിച്ച കലാലയം ഏതാണെന്ന് ആലോചിക്കുകയാണ് പലരും. അതായത് ആകമാന ഇറക്കുമതി, ട്രംപ് വ്യാപാര കമ്മി, അമേരിക്കയുടെ വ്യാപാര നഷ്ടം അല്ലെങ്കിൽ അടവശിഷ്ട നിലയിൽ അമേരിക്കയുടെ നെഗറ്റീവ്. അപ്പോൾ വ്യാപാര കമ്മിയാണ് ഒരു ബാരോമീറ്ററായിട്ട് എടുത്തിരിക്കുന്നത്. എന്നിട്ട് അമേരിക്കയിലേക്കുള്ള കയറ്റുമതി, ഏത് രാജ്യത്ത് നിന്ന് എത്രയാണ് കയറ്റുമതി എന്ന തുക കൊണ്ട് അതിനെ ഹരിക്കുക. ഉദാഹരണത്തിന് ഇന്ത്യയും അമേരിക്കയിൽ നിന്നുള്ള വ്യാപാര മിച്ചം ഇന്ത്യക്ക് $46 ബില്യൺ വാർഷിക മിച്ചം. അപ്പം 46 ബില്യൺ ഡിവൈഡഡ് ബൈ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലോട്ടുള്ള കയറ്റുമതി, അത് 79 ബില്യൺ ഇൻറ്റു അപ്പം ഇതിൻ്റെ കൂടെ ഇൻറ്റു 100, അതാണ് ആ ഒരു റേറ്റ്, അതാണ് ടാരിഫ്. ഇതെന്ത് കണക്കാണ്? അപ്പം നമ്മൾ ആദ്യം വിചാരിച്ചിരുന്നത് ഇന്ത്യയിൽ നിന്നും ആകമാന കയറ്റുമതി ചെയ്യുന്ന കാര്യങ്ങളുടെ ശരാശരി തീരുവയാണ് ഈ പറയുന്ന 27%. അല്ല,
ശരാശരി തീരുവയല്ല, ഇറക്കുമതിയോ കയറ്റുമതിയോ ശരാശരി തീരുവയല്ല, തീരുവയല്ല. മറിച്ച് അടവ് ശിഷ്ടമൊന്നുമില്ല. അപ്പോൾ അമേരിക്കയ്ക്ക് ട്രേഡ് ഡെഫിസിറ്റ് ഉണ്ട് മിക്ക ലോകരാജ്യങ്ങളുമായും. $972 ബില്യൺ വ്യാപാര കമ്മിയാണ് അമേരിക്കയ്ക്ക് ലോകരാഷ്ട്രങ്ങളുമായിട്ടുള്ളത്. അതിൽ തന്നെ ചൈനയുമായിട്ടുള്ളത് വളരെ വലിയൊരു കമ്മിയാണ്. $292 ബില്യൺ കമ്മിയാണ് അമേരിക്കയ്ക്കുള്ളത്. ചൈനയുടെ കയറ്റുമതി വളരെ കൂടുതലും അമേരിക്കയിൽ നിന്ന് ചൈനയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന കാര്യങ്ങൾ കുറവുമാണ്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ചൈനയെ ഈ ഫോർമുല എത്തി നിൽക്കുകയാണ്. ആ ഫോർമുല അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അതിന് വഴങ്ങുന്ന രാജ്യങ്ങൾ ഒരുപക്ഷെ പെട്ടെന്ന് വഴങ്ങും, പക്ഷെ വഴങ്ങാത്ത രാജ്യങ്ങൾ റെസിസ്റ്റ് ചെയ്ത് നിൽക്കും. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, ഇന്ത്യയുടെ പ്രത്യേകത നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി വന്നതിന് ശേഷം ഉള്ള ഒരു പ്രത്യേകത, നെയ്ബർഹുഡ് ഫസ്റ്റ് എന്നൊക്കെ പറയുമ്പോഴും ഇന്ത്യ ഫസ്റ്റ് തന്നെയാണ് ആത്യന്തികമായി. അമേരിക്ക ഫസ്റ്റ് എന്ന് അമേരിക്ക പറയുമ്പോൾ, ട്രംപ് പറയുമ്പോൾ മോദി ഇന്ത്യ ഫസ്റ്റ് തന്നെയാണ് പറയുന്നത്. അത് ട്രംപുമായുള്ള സൗഹൃദത്തെ തെറ്റിദ്ധരിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നെഗോസിയേഷനിൽ മോദി ടഫാണോ ഇല്ല, സൗഹൃദം പക്ഷേ ബിസിനസ് ഈസ് ബിസിനസ്. ഇന്ത്യയുടെ ദേശീയ താല്പര്യം പ്രൊട്ടക്ട് ചെയ്യാൻ നരേന്ദ്രമോദി പ്രതിജ്ഞാബദ്ധനാണ്. അല്ലെങ്കിൽ നരേന്ദ്രമോദിക്ക് ഇപ്പോൾ ലഭിക്കുന്ന അംഗീകാരവും പോപ്പുലാരിറ്റിയും ഇല്ല. അതുകൊണ്ട് വൈസ് നെഗോഷിയേറ്റർ ഷുഡ് ബി ഔട്ട്സോഴ്സിങ്, ഷുഡ് ബി ലുക്കിംഗ് ഫോർ അതർ ഫ്രണ്ട്സ്, അല്ലെങ്കിൽ ന്യൂ ഫ്രണ്ട്സ്, അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനുമായും ചൈനയുമായും മറ്റ് രാജ്യങ്ങളുമായും കൂടുതൽ സഹകരിക്കാനുള്ള പന്ഥാവുകൾ തേടിയുള്ള ഒരു പ്രയാണത്തിലായിരിക്കും ഈ 6 മാസം. പക്ഷേ ഈ 6 മാസത്തിനുള്ളിൽ അമേരിക്കയുമായി കൂടി സംസാരമുണ്ടാകും. ഒരു കോംപ്രിഹെൻസീവ് ട്രേഡ് എഗ്രിമെൻറ്റ് ഒരു സെപ്റ്റംബർ ഒക്ടോബർ മാസത്തോടു കൂടി 2025 സാധ്യമാകും എന്ന പ്രതീക്ഷ ഇന്ത്യ പുറമേ പ്രകടിപ്പിക്കുന്നു. ആ സമയം വളരെ ക്രൂഷ്യലാണ്. യൂറോപ്യൻ യൂണിയനുമായി പാലമിടുന്ന ഒരു സമയമാണ്. ചൈനയുമായി ഉൾപ്പെടെ, റഷ്യയുമായി ഉൾപ്പെടെ വർദ്ധിച്ച പങ്കാളിത്ത സാധ്യതകൾ, വ്യാപാര കയറ്റിറക്കുമതി സാധ്യതകൾ പരിഗണിക്കേണ്ട സമയമായിരിക്കുന്നു. അവിടെയാണ് ഒരു പ്രധാനമന്ത്രിയുടെ അല്ലെങ്കിൽ ഒരു നേതാവിൻ്റെ ടെനാസിറ്റി മിടുക്ക് കാണേണ്ടത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.